എത്ര വലിയ മലയിലായാലും ആക്സസ് എടുത്തുകൊണ്ട് കയറുന്ന ഒരാളുണ്ട് കേട്ടോ കണ്ണൂർ. നിർഭാഗ്യവശാൽ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്ന് എന്ത് ചെയ്യുന്നുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നിൽ വന്നത് കേട്ടോ. ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും ചെറുപയറാണ്, പിന്നെ ചായയില്ല, പിന്നെ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അൻവർക്ക വിളിച്ചു, നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാറ്റി കൂട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കൂളിംഗ് ഗ്ലാസ് നമ്മൾ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ലുക്ക് തലങ്ങും വിലങ്ങും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ബാക്കി നിങ്ങൾ പറയുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ പോകാൻ പോകുമ്പോഴാണ് നമ്മുടെ ബ്ലാക്കിയും നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമ്മുടെ കാറിൻ്റെ മേലെ ഇങ്ങനെ കയറി കളിക്കുന്നുണ്ട്. ഈ കാണുന്ന വഴി നമ്മുടെ നാട്ടിലെ വഴിയാണ് കേട്ടോ. എടച്ചേരി റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ പള്ളിക്കുന്ന് പ്രദേശം, അതായത് സൂപ്രണ്ട് ഗേറ്റ് എന്നൊക്കെ പറയും. ഇവിടെ അംബിക കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ വുമൻസ് കോളേജ് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഗോവിന്ദചാമിയൊക്കെ ജയിലിൽ ചാടിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഫുഡ് ഫാക്ടറി ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജയിൽ ചപ്പാത്തിയോ ജയിൽ ബിരിയാണിയോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങി നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും കേട്ടോ. ഈ കാണുന്നതാണ് ജയിലിലോട്ടുള്ള എൻട്രൻസ്. ഇവിടെ പ്രത്യേകം സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ പുതിയൊരു കഴിഞ്ഞു ഏതാണ്ട് വളവട്ടണത്തോട്ട് നമ്മൾ ചുവട് വെക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്ക് ഒരു മഴയുടെ അന്തരീക്ഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ജൂലൈ മാസമാണല്ലോ. ഇടക്ക് മഴയും ഇവിടെ എത്തിയപ്പോൾ നല്ല രീതിക്ക് വെയിലുമാണ് കാണുന്നത്. അപ്പോൾ കാലാവസ്ഥേൻ്റെ അവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇവിടെ ഒരുപാട് മരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. നല്ല ഒരു പച്ചപ്പ് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് വെയിലുള്ള സമയത്താണ് ഇതിൻ്റെ ഒരു മഹത്വം ശരിക്കും നമുക്കറിയാൻ പറ്റുക. ഇവിടെ എത്തിയ നല്ല തണുപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ വളവട്ടണം പുഴ. ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു ഫുട്പാത്ത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ചില ഏട്ടന്മാർ പറയും ഇവിടെ നിന്ന് താഴോട്ട് ചൂണ്ടയിടാനാണെന്നുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം വാഹനങ്ങൾ ഓടുന്ന ഒരു റോഡാണ്. നമ്മളിപ്പോൾ ചൂണ്ടലിടുന്ന സമയത്തും ഈ ചൂണ്ടലൊക്കെ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ടിയിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ ഭാഗത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവേ ഇത് സൂക്ഷിച്ച് ചെയ്യുക. നിങ്ങളോട് ചെയ്യണ്ടെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ഒരു ഭാഗം ഒരുപാട് കാലമായി ഈ ഒരു ഭാഗം പണി നടക്കുന്നു കേട്ടോ. അവിടെ എന്താണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയാണ് പരിപാടി നടത്തുന്നതെന്നോ അവർക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റി വളഞ്ഞ് ഇതുപോലെ പോകേണ്ട ഒരവസ്ഥയാണ്. ചെറുതായിട്ട് മഴയുടെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ ഞാൻ കോട്ട് എടുത്തിടാം എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി. നമ്മൾ സൈഡാക്കിയതേ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി. നമ്മളെപ്പോഴും റൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള വഴികൾ റോഡുകൾ മഴക്കാലത്ത് നല്ല രീതിക്ക് നനഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക് വലിയൊരു പ്രശ്നമാണ്. സഡനായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടികൾ സ്കിഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമുക്ക് കാണാം വെള്ളമൊക്കെ കെട്ടി നിന്ന് നല്ല സെറ്റായ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് ഒരല്പം നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫ്റ്റി കിട്ടും. നമ്മൾ എവിടെ പോകുമ്പോഴും സേഫ്റ്റി കീപ്പ് ചെയ്യണം. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാർ കൂടി ചേർന്ന് ക്രെയിനൊക്കെ വെച്ച് ഇവിടെ മരം മുറിക്കുന്നുണ്ട്. മരം ഒരുപാട് വെട്ടി താഴെയിടുന്നു. റോഡിൽ വീണ് പോകുന്ന ചില മരങ്ങളൊക്കെ റോഡിൽ വീഴാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സേഫ്റ്റിക്കാണ് ഈ ഒരു മരങ്ങൾ വെട്ടിമുറിക്കുന്നത്. ധാരാളം പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണ് കേട്ടോ. അവർ കൂട് വെക്കുന്നതിന് മുന്നേ തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടിമുറിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവർ കൂടൊക്കെ വെച്ച് താമസിക്കുന്ന സമയം അവർ തീറ്റ തേടി പുറത്തു പോകുമ്പോൾ ആണ് ഇവർ ഈ കൂട് വെട്ടുന്നത്. തിരിച്ചു വരുമ്പോൾ ആ ഒരു കൂടില്ല എന്നറിയുമ്പോൾ ആ പക്ഷികൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരങ്ങൾ നിങ്ങൾ തുടർച്ചയായി ആദ്യമായി വെട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കൂടുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. അല്ലാതെ അവർ കൂട് കെട്ടിയതിന് ശേഷം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ പണ്ട് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നമ്മുടെ പുരക്ക് മീതെ ചാഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമായാലും മുറിക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ നടത്തുന്നത്. ഈ ഒരു പുതിയ റോഡിൻ്റെ വർക്ക് എപ്പോൾ തീരുന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ നൂറ്റാണ്ടിലൊക്കെ തീരുമോ എന്നുള്ള കാര്യവും ഏതാണ്ട് സംശയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു റോഡ് ഉദ്ഘാടനം കഴിഞ്ഞാലും നമുക്കിപ്പോൾ ടൂ വീലറോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊന്നും ഈ റോഡിൽ കയറാൻ പാടില്ല കേട്ടോ. ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു റോഡ് ഉദ്ഘാടനം കഴിയാൻ. പക്ഷേ ടൂ വീലറൊന്നും അലൗഡ് അല്ല.
അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് എത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാറ്റൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി. ഈ ഒരു കാര്യവും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വണ്ടി മസ്റ്റ് ആയിരിക്കണം, വണ്ടിയുടെ കാര്യങ്ങളും. അപ്പോൾ ഇതുപോലെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൻ്റെ പരിസരത്തൂടെ നമ്മൾ പോകുമ്പോൾ. പക്ഷേ നമ്മുടെ ശ്രദ്ധ എപ്പോഴും റോഡിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ ആലക്കോട് എത്തിയപ്പോൾ കണ്ണൂരിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള ആലക്കോട് പള്ളിയുടെ മുന്നിലെത്തി കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കുറച്ച് സമയം നമ്മൾ നിർത്തി ഈ ഒരു പള്ളി നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്, അത് നമ്മൾ സ്റ്റോറി ഇടാറുണ്ട്. ഈ ഒരു പള്ളി എന്ന് വെച്ചാൽ ഈ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അത്രയും ഭംഗിയുള്ള ഒരു ചർച്ച്, അടിപൊളിയാണ് കാഴ്ചയിൽ. ആ ഒരു റോഡ് സൈഡ് തന്നെ നമുക്ക് വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പള്ളിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഭാഗത്തൊക്കെ പണികൾ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡൊരല്പം മോശമായ കണ്ടീഷനാണ്. എന്നാൽ നമുക്ക് വലതുവശത്തും ഇടതുവശത്തും ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ നോക്കിയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് 2 വീലറുകാർ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. തളിപ്പറമ്പെന്ന് ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ആലക്കോട് ഭാഗത്തോട്ട് വരുമ്പോൾ നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡാണ്. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലുള്ള മലയോരത്തേക്ക് പോകുമ്പോൾ, അതായത് ഈ സ്പോട്ടുകളിലേക്ക് പോകുമ്പോൾ ഉള്ള വഴിയാണ്. ഈ വഴി ഇങ്ങനെ കാണുന്നതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭാഗം മെയിൻ്റെനൻസ് ആണ് കേട്ടോ. ഈ റോഡ് അവർ മെയിൻ്റെനൻസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ വെള്ളത്തിന്, അടിപൊളിയാണ്. ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ പാടേക്കും ഒരു നല്ല മഴ കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള മൂടൽ മഞ്ഞുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും നമ്മൾ എതിരെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രകൃതിയെ ആസ്വദിക്കാൻ. അപ്പോൾ നല്ല ചളിയുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം ഒരു കൊക്കയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി കേട്ടോ. കാരണം നല്ല ചരൾ വാരി എറിയുന്ന തരത്തിലുള്ള മഴയാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്, വണ്ടി അപ്പം തന്നെ അവിടെ നിർത്തണം. അപ്പോൾ കയറ്റം കയറി നമ്മൾ ഏതാണ്ട് മുകളിലെത്തി. ഇവിടെ നല്ല കോടയുള്ള നല്ല വ്യൂ പോയിൻ്റാണ് കേട്ടോ. നിങ്ങൾക്ക് SLR ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി പിക്കുകൾ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ഇവിടുന്ന് സ്കിഡായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ആൾ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് പാളുമ്പോൾ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു, വണ്ടി സേഫായിട്ട് കയറും. ഇങ്ങനെയുള്ള ചെറിയ വഴികളിലേ കുഴപ്പമുള്ളൂ. നല്ല റോഡ് വന്നാൽ നിങ്ങൾ കയറിയിരുന്നോ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും സാഹസികത കളിക്കരുത്. കാരണം പിന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള കൊക്കയാണ്, നിങ്ങളുടെ പൊടി പോലും ബാക്കി കിട്ടൂല. അത്ര രീതിയിലുള്ള ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വാഹനം വെച്ച് ആരും കളിക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഒരുപാട് സാഹസിക കളിക്കുന്ന ആൾക്കാരെ കൊണ്ടാണ് നല്ല രീതിക്ക് യാത്ര ചെയ്യുന്ന പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ 2 സൈഡും നല്ല പച്ചപ്പാർന്ന മരങ്ങളാണ്. അതിൻ്റെ നടുക്കുകൂടെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യും, ഇടയ്ക്കിടെ കോടയിറങ്ങും. അങ്ങനെ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ കാടൊന്നും കണ്ട് പേടിക്കണ്ട, ഇവിടെ വന്യജീവികളൊന്നും അധികമായിട്ട് വന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉൾക്കാടുകളിലേക്ക് പോകുമ്പോൾ അവിടെ ആനയുടെയൊക്കെ ചെറിയൊരു സിഗ്നൽ കാണുന്നുണ്ട്. അല്ലാതെ ഈ റോഡിലൊന്നും നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കണ്ണൂർ ജീവിച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തെല്ലാം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്പോട്ടുകളിലേക്ക് നിങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒരു 10 മണിയാവുമ്പോഴെങ്കിലും നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരു 10 മണി. ഇതാണ് ഈ ഒരു പൈതൽ മലയുടെ വാഹന പാർക്കിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഫീസൊന്നുമില്ല കേട്ടോ. വാഹനം പാർക്ക് ചെയ്യാൻ ഫീസൊന്നുമില്ല, ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട. പല ആൾക്കാരും ഫീസ് ഉണ്ടെന്ന് കരുതി പേടിച്ച് വാഹനം താഴെയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ സൈഡൊന്നും ഒരിക്കലും പാർക്ക് ചെയ്യരുത്. കാരണം റോഡ് നല്ല രീതിക്ക് ഇറക്കമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ വഴി നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവുക. മുകളിലോട്ട് കയറി പോകുമ്പോൾ അവിടെ നമുക്ക് അവരുടെ ഒരു ഓഫീസ് കാണാം. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 70 രൂപയാണ് കയറാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലുള്ള സ്പോട്ടുകളിൽ വരുമ്പോൾ
ഒരു 10 മണിയാവുമ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്പോട്ടിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്ക് മൊത്തമായിട്ട് കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉച്ച കഴിഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മടങ്ങി പോകേണ്ട സാഹചര്യം വരും. പല ആൾക്കാർക്കും പറ്റുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടം വരെ എത്തി നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതൊന്നുമല്ല, ശരിക്കും നിങ്ങൾ മുകളിലോട്ട് പോയി കയറാനുണ്ട്. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭാഗ്യമില്ലാത്തൊരു ദിവസമായിപ്പോയി. കാരണം ഇടിമിന്നൽ നല്ല രീതിക്ക് ബാധിച്ചൊരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ മരിച്ചിട്ടുമുണ്ട്. ഒരു ലേഡി മരിച്ച ഒരു സംഭവം അവിടെയുള്ള ഗാർഡുകൾ നമ്മളോട് പറഞ്ഞു. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ ഗാർഡുകൾ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഇതുപോലുള്ള മലകളിൽ കയറാൻ പറ്റൂ. പക്ഷെ നമുക്ക് നഷ്ടമൊന്നുമില്ല. ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അവർ നമ്മളോട് പറഞ്ഞത് കുറച്ച് സമയം കയറി കണ്ടോളാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവർ പറഞ്ഞ സമയം തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വരില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എൻഡിങ് പോയിൻ്റ് വരെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു 10 മണിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മലയുടെ എൻഡ് വരെ നിങ്ങൾക്ക് കയറാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സേഫ്റ്റിയാണ് മസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല. നേരത്തെ വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നമ്മൾ ഉൾപ്പെടെ നമുക്ക് ഇങ്ങനെയെങ്കിലും കയറാൻ പറ്റിയിട്ടുണ്ട്. കയറാൻ പോലും പറ്റാണ്ട് തിരിച്ചു പോയ ആൾക്കാരുണ്ട് സമയം വൈകിയതുകൊണ്ട്. 3 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ അവരൊരിക്കലും കടത്തി വിടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, കംപ്ലീറ്റ് കോടയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കോടയും മഞ്ഞും അതുപോലെ തന്നെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അട്ടയുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിയുള്ള ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ബൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ച് മാത്രം ഇവിടെ വരും കേട്ടോ. അട്ട കടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനക്ക് പേടിയാണ്. അത്തരത്തിൽ നല്ല രീതിക്ക് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ അതിനെ പെട്ടെന്ന് കാലിലൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെപ്രാളപ്പെട്ട് നമുക്ക് ഡിപ്രഷനായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ നിങ്ങൾ, നട്ടുച്ച സമയമാണിത്. ഈ ഉച്ച സമയത്ത് ഇവിടെയുള്ള കാലാവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. ചുറ്റിലും മഞ്ഞാണ് കേട്ടോ, ചുറ്റിലും മഞ്ഞാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊന്നും കാണാൻ പറ്റില്ല. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട്. ഈ ഒരു സ്പോട്ടൊക്കെ കാണാതിരുന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കണം. അത്ര നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. നമ്മുടെ കണ്ണൂർ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ. പല ആൾക്കാരും പുറത്തൊക്കെ പോകാറുണ്ട്, ഒരുപാട് സ്റ്റേറ്റൊക്കെ മാറി പോകാറുണ്ട്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നുള്ളൊരവസ്ഥയാണ്. അവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ കണ്ണൂരിൽ ഇഷ്ടം പോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് പോയി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ. അത് നിങ്ങൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ ഗോവയിലും അല്ലെങ്കിൽ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ. നമ്മുടെ ദൈവത്തിന് സ്വന്തമായിട്ടുള്ള നമ്മുടെ നാട് നമുക്ക് ഒരുക്കി വെച്ചത്. നട്ടുച്ചക്ക് പോലും ഇതുപോലെ കോട മഞ്ഞിറങ്ങുന്ന സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കണ്ണൂർ വന്നോ? ഇവിടെയുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം പോവുക. ഏത് സ്പോട്ടിലോട്ട് നമ്മൾ പോകുമ്പോഴും നമ്മൾ സേഫ്റ്റി മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും പോകാൻ പറ്റും. ഏത് സ്പോട്ടിലോട്ട് പോകണമെങ്കിലും നിങ്ങളുടെ തടിയും നിങ്ങളുടെ ജീവനും ഉണ്ടായിരിക്കണം. ട്രിപ്പ് പോയിക്കോ, നിങ്ങൾ മലയും കുന്നും ഒക്കെ ആസ്വദിച്ചോ. അതോടൊപ്പം സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം മസ്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ. ഇപ്പോൾ വന്ന സമയം ലേറ്റായി പോയിട്ടാണ്. നമ്മളൊരു 10 മണിക്ക് നമ്മൾ എത്തുന്നതാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. നമ്മൾ ട്രാവലിംഗ് കൂടി ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഒരു 3 മണിയാവുമ്പോൾ ക്ലോസ് ആവും. അതാണ് ഒരവസ്ഥ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പറ്റുന്നതും നമ്മൾ നേരത്തെ എത്താൻ വേണ്ടി നോക്കുക. ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഇവിടെ എത്തുന്ന തരത്തിൽ പുറപ്പെടണം. ഇപ്പം നമ്മളിപ്പോൾ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് നമുക്ക് എത്ര ഓട്ടം ഉണ്ട് ഇവിടം വരെ? നമുക്ക് ഇവിടം വരെ കണ്ണൂരിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് നല്ല ഓട്ടമില്ലേ? അത്യാവശ്യം ഓട്ടമില്ലേ?
ഉണ്ട്. ഒരു മണിക്കൂറിൽ മേലെയുള്ള ഓട്ടം എന്തായാലും ഇവിടത്തേക്കുണ്ട്. അപ്പം കണ്ണൂരോ അല്ലെങ്കിൽ തലശ്ശേരിയോ 2 മണിക്കൂറിൽ കൂടുതലാണ് ഉണ്ട് അല്ലേ? അപ്പോൾ കണ്ണൂരോ, പിന്നെ നമ്മൾ കാലാവസ്ഥ അനുസരിച്ചിരിക്കും നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ തലശ്ശേരിയോ കണ്ണൂരോ നിങ്ങൾ എവിടെന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഈ സ്പോട്ടിൽ എത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരിക. അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടച്ചിട്ട് ഫുള്ള് കയറാണ്ട് മടങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞുതരാം. അപ്പോൾ ഗാർഡ് പറയുന്നത് മിന്നലേറ്റ് ഇവിടെ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നാണ്. ഏതായാലും അവരെ മടുപ്പിക്കാണ്ട് ഇറങ്ങാല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളേതായാലും തിരിച്ചു പോകണം. മുകളിൽ എന്തായാലും ആൾക്കാരുണ്ടാവും. അപ്പോൾ അയാൾ താഴെ ഇറങ്ങും. അവർ മുകളിലായാലും ഒരു ഗാർഡ് ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ സമയമാകുമ്പോൾ താഴെ വരുമായിരിക്കും. രണ്ടാളും ഇല്ലാത്തത് നമ്മൾ ആശ്വസിക്കാൻ